ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം പള്ളിയിൽ അടക്കണമെന്ന് മകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെയാണ് ഓർഡർ. ജസ്റ്റിസ് നിതിൻ ജാംതർ, ജസ്റ്റിസ് എസ് മനുവിന്റെ ഉത്തരവാണ് ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 21 ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, സംസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നിറഞ്ഞു നിന്ന ഒരു CPM പ്രവർത്തകനായിരുന്നു ലോറൻസ്. അദ്ദേഹത്തിൻ്റെ മരണം വളരെ വിവാദമായി. മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കള് അത് മതാചാരപ്രകാരം പള്ളിയിൽ അടക്കണമെന്നും അമ്മയെ മതാചാരപ്രകാരമാണ് അടക്കിയിരിക്കുന്നതെന്നും മകള് ആശ ലോറൻസ് പറഞ്ഞിരുന്നു. പക്ഷേ CPM പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് പള്ളിയിലല്ല അടക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞിട്ടൊരു മെഡിക്കൽ കോളേജിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കണം, കുട്ടികൾ പഠനത്തിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. മൂത്ത മകൻ അങ്ങനെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് പാർട്ടിക്കാരുടെ തീരുമാനം. അതനുസരിച്ച് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഡെഡ് ബോഡി നേരെ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമം നടക്കുന്നതും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇതിനെ സംബന്ധിക്കുന്ന ഹൈക്കോടതിയിലെ മകൾ ഒരു പരാതി കൊടുത്തിരുന്നു. മതാചാരപ്രകാരം അടക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ അത് കൊടുത്തിരുന്നു. അതിനുശേഷം എംഫാം ചെയ്ത് ആ മെഡിക്കൽ കോളേജിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ലോറൻസിന്റെ മൃതദേഹം സെപ്റ്റംബർ 21 ശേഷം അവിടെ സൂക്ഷിക്കുകയാണ്. ഏതായാലും 3-4 മാസമായിട്ടും മൃതദേഹം എംബാം ചെയ്ത് മെഡിക്കൽ കോളേജിൽ തന്നെ സൂക്ഷിച്ചു വന്ന് വരികയാണ്. അതിനുശേഷം മറ്റൊരു മകള് ആശാ ലോറൻസിന്റെ സഹോദരി സുജാത ബോബൻ, അവരും ഈ മൃതദേഹം എംബാം ചെയ്ത് മെഡിക്കൽ കോളേജിലെ പഠനത്തിന് കൊടുക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന അവരുടെ ആ വാക്കുകൾ പിന്മാറ്റിയിട്ട് അവര് മറ്റേ മകളുടെ ഒപ്പം ചേർന്നു മതാചാരപ്രകാരം മൃതദേഹം അടക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ആ സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നു. അത് മെഡിക്കൽ കോളേജിനെ പഠിക്കാൻ കൊടുക്കണം എന്ന മകൻ്റെയും പാർട്ടിക്കാരുടെയും മറ്റൊരു മകളുടെയും ആവശ്യപ്രകാരം അങ്ങനൊരു തീരുമാനം ഹൈക്കോടതി എടുത്തു. ഇതിന് അപ്പീൽ കൊടുത്തു. ഡിവിഷൻ ബെഞ്ച് അത് പരിഗണിച്ചു. ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു. അതനുസരിച്ച് മെഡിക്കൽ കോളേജിനെ വിട്ടുകൊടുക്കുന്നതിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തു. അതുകൊണ്ട് മകളുടെ ആവശ്യം തള്ളി. മകളിപ്പോൾ ഇത് സുപ്രീം കോടതിയിലെ അപ്പീലിലേക്ക് പോവുകയാണ്. വളരെയധികം വിവാദപരമായ പ്രശ്നമായി ലോറൻസിന്റെ മരണത്തിന് ശേഷം ഈ ഇഷ്യൂ വളർന്നു വലുതായി. പക്ഷേ പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം അത് മക്കളുടെ ആവശ്യപ്രകാരം കാര്യങ്ങൾ നടത്തണം എന്നാണ് പൊതുവായ ജനങ്ങളുടെ തീരുമാനം. അതേസമയത്ത് മെഡിക്കൽ കോളേജ് ഡെഡ് ബോഡിയെ സംബന്ധിക്കുന്ന ആക്ട് അനുസരിച്ച് ഇത് എംബാം ചെയ്ത് മെഡിക്കൽ കോളേജിലെ ആ മെഡിക്കൽ കൗൺസിലിന്റെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികാരികളുടെ ഒരു എൻക്വയറിയുടെ തീരുമാനം അനുസരിച്ച് ഇത് വിട്ടുകൊടുക്കണ്ട, ഇത് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന് പഠനത്തിന് വേണ്ടി ആ ഡെഡ് ബോഡി ഉപയോഗിക്കാം എന്നൊരു തീരുമാനമാണ് മെഡിക്കൽ കോളേജിലെ കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് വെളിയിൽ വന്നത്. അതിനുശേഷം അതിനെതിരായിട്ടും മകൾ ആശ ലോറൻസ് ഹൈക്കോടതി കൊടുത്ത പരാതി അനുകൂലമായിട്ട് വന്നില്ല. ആ ഡിവിഷൻ ബെഞ്ചിന് കൊടുത്തു. അത് ഇപ്പം ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ആശ ലോറൻസ് പറഞ്ഞു, ഞാൻ ഇനി സുപ്രീം കോടതിയിലോട്ട് പോകും, അപ്പീൽ പോകും. ഏതായാലും ഡെഡ് ബോഡി ഇനിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം വന്ന ശേഷം മാത്രമേ ഇത് ഡിസ്പോസ് ചെയ്യാൻ ഒക്കുള്ളൂ. അതിനു മുമ്പ് അപ്പീൽ ടൈമിനുള്ളിൽ സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ് ബോഡി വീണ്ടും കളമശ്ശേരി തന്നെ സൂക്ഷിക്കേണ്ടി വരും. അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇപ്പം 2 പെൺകുട്ടികളും മതാചാരപ്രകാരം തന്നെ പള്ളിയിൽ അടക്കണമെന്നും അമ്മയെ അടക്കിയിരിക്കുന്നത് മറ്റ് അമ്മയുടെ സഹോദരനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ലോറൻസിന്റെ ഡെഡ് ബോഡിയും അടക്കണം എന്നാണ് അവരുടെ ഡിമാൻഡ്. ഏതായാലും അവർ സുപ്രീം കോടതിയിൽ നീങ്ങി. സുപ്രീം കോടതിയിൽ
ഇവർക്ക് സ്വീകാര്യമായ ഒരു നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.